ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ മൈദ മൈലാഞ്ചി എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പാത്രത്തിൽ ഒട്ടും കരിയൊന്നും ആവാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു മൈദ മൈലാഞ്ചി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ എല്ലാവരും മൈലാഞ്ചി ഇടാനുള്ള തിരക്കിലായിരിക്കും. അപ്പോൾ ഇതാ ഞാനിതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുക്കറിലാണ് നമ്മൾ മൈലാഞ്ചി റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ അലുമിനിയം ഫോയിൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അലുമിനിയം ഫോയിൽ ഒരു 3 ഷീറ്റ് ഇതിന് മുകളിലായിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമുക്ക് മൈലാഞ്ചിയില വെച്ചിട്ട് മൈലാഞ്ചി ഇടുന്നതായിരിക്കാം കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ചില സമയത്ത് നമുക്ക് മൈലാഞ്ചിയില കിട്ടാതെ വരുമ്പോഴും, പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലാറ്റിലും നഗരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടാവല്ലോ, അവർക്കൊക്കെ മൈലാഞ്ചിയില എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മൈലാഞ്ചി ഇടാനൊക്കെ തോന്നുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മൈലാഞ്ചി ഉണ്ടാക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ കുക്കറൊക്കെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതാ ഇതിലേക്ക് വേണ്ട ജീരകമൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂണ് നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളറാണ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ടീ പൗഡറാണുള്ളതെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് അതിലേക്ക് 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അവയെല്ലാം കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതിനെ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ടൈലിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെക്കുന്ന പാത്രം ജസ്റ്റ് ഒന്ന് പൊന്തിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ചുറ്റിലുമായിട്ട് നമ്മളിപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് എല്ലായിടത്തുമായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈലിൻ്റെ മുകളിലാവാതെ തരത്തിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ടൈലിൻ്റെ മുകളിലായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ വെച്ചിരിക്കുന്ന പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഇതായിപ്പോവും. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനിതിന് ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കൊരു വെയിറ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നല്ല വെള്ളം നമുക്ക് വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത്. ഐസ് ക്യൂബിന് പകരം തണുത്ത വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇതാ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 to 20 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്ലെയിം ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ ഈ ഒരു ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇതൊന്ന് എടുത്ത് മാറ്റിയതാണ്. ഇനി നമ്മളുടെ ഈ ഒരു പാത്രത്തിൽ കരി ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നമ്മുടെ കുക്കറിൻ്റെ അകത്തൊന്നും തന്നെ അങ്ങനെ കരികളൊന്നും ആയിട്ടില്ല. മറ്റേത് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം കരിയൊക്കെ ആയിട്ട് കുറേ ദിവസം വേണം നമ്മൾക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്ന് പോവുമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഫോയിൽ വെച്ചിട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിന്ന് നീക്കം ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളുടെ ഈ ഒരു ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. ഇത്രയധികം വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിതാ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെ മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മൈദയിലേക്കാണ് ഞാൻ ഈ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നഖത്തിലിടുന്ന ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും.
അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഈ വെള്ളം എടുക്കണില്ല. അതെല്ലാം കൂടെ എനിക്ക് ആവശ്യമില്ല. 1, 2 കയ്യിൽ നഖത്തിനല്ലേ വേണ്ടൂ. അപ്പോൾ അതുകൊണ്ട് അധികമൊന്നും വേണ്ട. കുറച്ചെടുത്തിട്ട് ഞാൻ മൈലാഞ്ചി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്കി വരുന്ന ഈ ഒരു വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മൈലാഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വെള്ളം ഞാൻ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും മൈലാഞ്ചി ഇടണം തോന്നുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് മൈലാഞ്ചി ഇട്ടാൽ മതിയാകും. അപ്പോൾ ഞാനിത് മൈലാഞ്ചി ഇട്ടിട്ടും കൂടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് മൈലാഞ്ചി ഇടുകയാണ്. ഓൾറെഡി എൻ്റെ കയ്യിൽ കുറച്ച് മൈലാഞ്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ മൈലാഞ്ചി ഇട്ടതാണ്. നിങ്ങൾക്കും കൂടെ ഇത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാനിതാ ഒരു തവണ തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ് നോക്കുമ്പോഴാണ് നന്നായി ചുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഫുള്ള് രാത്രി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ചുവന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മൈദ മൈലാഞ്ചി ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കളറും വന്നിട്ടുണ്ട്. ഒരു തവണ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്. താങ്ക് യു.